സർക്കാരിന്റെ നിലപാട് ഇതിനോടകം തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 225 ദിവസമായി നടക്കുന്ന സമരത്തോട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്ന സമീപനം എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹവും മനസ്സിലാക്കിയിട്ടുണ്ട്. തികച്ചും തൊഴിലാളി വിരുദ്ധമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത്രയും കാലങ്ങളായി LDF സർക്കാർ ഈ ആശാ സമരത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിന് നിരവധി കാരണങ്ങളുണ്ട്. തുടക്കത്തിൽ ഒരുപക്ഷെ ആവണി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് ഒരു ചെറിയ കക്ഷികൾ, ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന സമരമാണ്. ഭൂരിപക്ഷം ആശാ വർക്കർമാരും ഇപ്പോഴും അവരുടെ തൊഴിൽ രംഗത്ത് കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ കക്ഷികൾ, കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ തുടക്കത്തിൽ ശ്രമിച്ചു. അതിനുശേഷം പ്രകടമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സീനിയർ നേതാക്കൾ, എളമരം കരീം പോലുള്ള ട്രേഡ് യൂണിയനിലെ പ്രശസ്തർ എന്നവകാശപ്പെടുന്ന നേതാക്കൾ പോലും ഇവരെ വളരെ മോശമായി പരിഹസിച്ചത് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവര് കീടങ്ങളാണ്, സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് എന്നൊക്കെ വലിയ നേതാക്കന്മാർ പരസ്യമായി പ്രസ്താവിച്ചതൊക്കെ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ തന്നെ അവരോടുള്ള സമീപനം എന്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ആവണി പറഞ്ഞല്ലോ, കുറെ കാലങ്ങളായി മാധ്യമങ്ങൾ, ഇതിന് ഞങ്ങളെ പോലുള്ള പൊതുസമൂഹത്തിലുള്ളവർക്ക് പരാതിയുണ്ട്. മാധ്യമങ്ങൾ കാലാകാലങ്ങളിൽ വരുന്ന പുതിയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ ഇതുപോലെയുള്ള പഴയ വിഷയങ്ങൾ സംസ്കരിക്കപ്പെടുമെന്നുള്ളത് കേവലം സാധാരണ സംഭവമാണ്. അതിന് മാധ്യമങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്തും അവരുടെ സമരപന്തലിൽ പോയ ആളാണ്. 10-20 പാവപ്പെട്ട സ്ത്രീകൾ അവിടെ കിടക്കുന്നു, രാത്രിയും പകലും അവിടെ കിടന്ന് കൊതുകടിയും ഏറ്റുകൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ ആരും കാര്യമായി അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന ഒരു ദുരവസ്ഥയുണ്ട്. നമുക്ക് വളരെ മാനുഷികമായ പരിഗണന തോന്നുന്ന ആളുകൾക്കൊക്കെ സങ്കടം തോന്നുന്ന ഒരു ചിത്രമാണ് അവരിപ്പോഴും വരച്ചു കാട്ടുന്നത്. മാധ്യമങ്ങളൊക്കെ ഏതാണ്ട് അവഗണിച്ച മട്ടിലാണ്. ഇപ്പോൾ ആവണി അല്പം മുമ്പ് പറഞ്ഞത്, ഇപ്പോൾ പബ്ലിക് ഐ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടന ഇപ്പോൾ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നൊക്കെ എന്ത് നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ അടുത്ത കാലത്ത് കോടതികളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഇനിയും നമുക്ക് പറയാറായിട്ടില്ല. നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ മാത്രമേ വഴിയുള്ളൂ. ഒരു കാര്യം കൂടി എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ സമീപനം വളരെയേറെ നിഷേധാത്മകമായതിനൊരു കാരണമുണ്ട്, ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി ആശാ വർക്കർമാർ LDF സ്ഥാനാർത്ഥിക്കെതിരായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. അവർ വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖകൾ കൊടുക്കുകയും ഇപ്പോഴത്തെ സർക്കാർ കാട്ടുന്ന മനുഷ്യത്വരഹിതമായ അവരോടുള്ള സമീപനത്തെ വരച്ചു കാട്ടുകയും ചെയ്തത് LDFന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി. അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം, LDFന് നന്നായിട്ടറിയാം. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രതികാര ചിന്തയോടുകൂടിയാണ് LDF ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ കാണുന്നതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതികാര മനോഭാവമുള്ള സർക്കാർ ഇനി ഒരു 8 മാസം മാത്രം ഭരണം അവശേഷിച്ചിരിക്കെ ഇവരോട് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു നിലപാട്, ഒരിക്കൽ തുടങ്ങിയ കാലത്ത് 21,000 രൂപ പ്രതിമാസ വേതനം വേണമെന്ന് ആവശ്യപ്പെട്ടവർ ഒടുവിൽ പറഞ്ഞല്ലോ, അവരുടെ ഗതികേട് കൊണ്ട് പറഞ്ഞല്ലോ, 1000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം. ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള സമിതിയെ പഠിക്കുന്നതിനായി സമിതിയെ നിശ്ചയിച്ചു. അവരെന്തോ റിപ്പോർട്ട് കൊടുത്തെന്നും കൊടുത്തില്ലെന്നും കേൾക്കുന്നു. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരക്ഷരം പോലും ഭരണകക്ഷികൾ പറയുന്നില്ലല്ലോ. ഏതോ ഒരു IAS ഉദ്യോഗസ്ഥയെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു അന്വേഷണം, ഇവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ പഠിക്കാനൊക്കെ സമിതിയെ വെച്ചു. അതെല്ലാം ഇപ്പോൾ ആവിയായി പോയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഇപ്പൊ നമുക്ക് പ്രവചിക്കാം, ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നില്ല. അവരിവരെ നേരിടാൻ തന്നെ ഉറച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇവർ ഇത്തരത്തിലാണ് അവഗണന തുടരുന്നതെങ്കിൽ അവർ രംഗത്തിറങ്ങും. അപ്പോൾ അത് കൂടുതൽ വൈരാഗ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ കോടതിയിൽ വരുന്ന കേസിന്റെ എന്തെങ്കിലും ഗുണകരമായി വല്ലതും ഭവിക്കുമെന്നല്ലാതെ സർക്കാരിൽ നിന്ന് ഇനിയുള്ള 8 മാസക്കാലം ആശാ വർക്കർമാർക്ക്, ഇപ്പോൾ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാ വർക്കർമാർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന് കരുതുക വയ്യ. അവർ ഇപ്പോഴും അവകാശപ്പെടുന്ന പോലെ ഭൂരിപക്ഷം ആശാ വർക്കർമാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീട്ടൂരമനുസരിച്ചും ഭീഷണിപ്പെടുത്തിയും അവരെ ഇപ്പോൾ രംഗത്ത് നിർത്തിയിരിക്കുകയാണ്. അവർ ജോലിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനകത്ത് തന്നെ ഒരു വിഭാഗീയത ഉണ്ടാക്കി ഈ പാവപ്പെട്ട
ഈ ആശാവർക്കർമാരെ ഒറ്റപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് സാധാരണ ബുദ്ധിയുള്ളവർക്ക് തോന്നുന്നത്. കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കാം. കോടതിയിൽ നിന്ന് എന്തെങ്കിലും ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ പോലും എന്റെ പ്രതീക്ഷ ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവരോട് അനുകൂലമായ ഒരു നിരീക്ഷണം നടത്തിയാൽ പോലും സർക്കാർ കഴിയുമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മുടക്കി സുപ്രീം കോടതിയിലെ 1ാം നമ്പർ വക്കീലന്മാരെ വെച്ച് ഈ കേസ് നീട്ടിക്കൊണ്ട് സുപ്രീം കോടതി വരെ പോവും. ലാവലിൻ കേസിന്റെ ഒരു അവസ്ഥ ഈ കേസിന് ഉണ്ടാകുമെന്നാണ് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.